ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ തിരുനാൾ മഹോത്സവത്തിന് ഒരുക്കമായി ദൈവരാജ്യ അനുഭവ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. 13ാം ദിവസമായ ഇന്ന് നമ്മുടെ ധ്യാനം ഇന്നലത്തേതിൻ്റെ തുടർച്ചയാണ്. ഇന്നലെ നമ്മൾ ധ്യാനിച്ചത് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് ഏതൊരാൾക്കും അടിയന്തരമായി ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണം ഈശോ ദൈവമാണ് എന്ന് വിശ്വസിക്കണമെന്നതാണ്. കാരണം ദൈവരാജ്യം യേശുക്രിസ്തു തന്നെയാണ്. ദൈവം തന്നെയായ യേശുക്രിസ്തുവാണ് ദൈവരാജ്യം. എന്നാൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ യേശുക്രിസ്തു ആരാണോ അങ്ങനെ തന്നെ നാം അറിയണം, വിശ്വസിക്കണം. ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് ഈശോ പറയുന്നുണ്ട്. യേശു വാസ്തവത്തിൽ ആരാണ്, അങ്ങനെ തന്നെ നമ്മൾ അവനെ തിരിച്ചറിയുകയും അപ്രകാരം വിശ്വസിക്കുകയും ചെയ്താൽ മാത്രമേ രക്ഷയും ദൈവരാജ്യ അനുഭവവും നമുക്ക് ലഭിക്കുകയുള്ളൂ. എന്താണ് യേശുക്രിസ്തു ദൈവം തന്നെയാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? യേശുക്രിസ്തു സത്യദൈവമാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? നമുക്കറിയാം, ദൈവം എന്ന വാക്കിന് പ്രത്യേകമായൊരർത്ഥമുണ്ട്. എല്ലാറ്റിൻ്റെയും സൃഷ്ടാവ് എന്നാണ് ദൈവം എന്ന വാക്കിൻ്റെ അർത്ഥം. എല്ലാറ്റിൻ്റെയും മുകളിലുള്ളവൻ, ദ സുപ്രീം ബീയിങ്. ഗോഡ് ഈസ് ദി സുപ്രീം ബീയിങ്. എല്ലാറ്റിൻ്റെയും മേലുള്ളവൻ, പരമോന്നതൻ. അതാണ് ദൈവമെങ്കിൽ ഒരു ദൈവമേ ഉണ്ടാകാൻ പാടുള്ളൂ. പരമോന്നതർ ഇല്ല, പരമോന്നതൻ ഒരാളെ ഉണ്ടാകാൻ പാടുള്ളൂ. യേശുക്രിസ്തു സത്യദൈവമാണെന്ന് യോഹന്നാന്റെ സുവിശേഷം അധ്യായം 1:18 സഭയുടെ പാരമ്പര്യമായ നിക്യാ വിശ്വാസ പ്രമാണത്തിലും യേശു സത്യദൈവമാണെന്ന് ഏറ്റുപറയുന്ന സ്ഥിതിക്ക് അതിൻ്റെ അർത്ഥം, പ്രിയപ്പെട്ടവരെ, ദൈവം ഒന്നേയുള്ളൂ, യേശു ദൈവമാണ്. ഇത് രണ്ടും കൂട്ടി വായിച്ചു കഴിയുമ്പോൾ നമ്മളിങ്ങനെ പറയേണ്ടി വരും: ലോകത്തിലുള്ള എല്ലാവരുടെയും ദൈവം യേശുക്രിസ്തു തന്നെയാണ്. വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ടവരാണ് എല്ലാ മനുഷ്യരും. ആർക്കും അവർ ഏത് കുടുംബത്തിൽ, ഏത് മതവിഭാഗത്തിൽപ്പെട്ട മാതാപിതാക്കളുടെ മക്കളായി ജനിക്കണമെന്ന് തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമില്ല. ഓരോരുത്തരും ദൈവപരിപാലനയിൽ ഒരു പ്രത്യേക കുടുംബത്തിൽ ജനിക്കുന്നു. എല്ലാ മതവും നല്ലത് തന്നെ, എല്ലാ മതങ്ങളും നന്മയിലേക്കാണ് നയിക്കുന്നത്. എന്നാൽ മതസ്ഥാപകരെല്ലാം മനുഷ്യരായിരിക്കെ യേശുക്രിസ്തു മാത്രം ദൈവമാണ്. മതസ്ഥാപകരെല്ലാം നല്ലവരായിരുന്നു, നന്മ പഠിപ്പിച്ചവരായിരുന്നു, നന്മയിലേക്ക് നയിക്കുന്നവരായിരുന്നു. എങ്കിലും അവർ മനുഷ്യരായിരുന്നു. യേശുക്രിസ്തു ആകട്ടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ്. ത്രിത്വത്തിലെ ഒരുവനാണ്. പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും നിത്യതയിൽ പിതാവിനോടും പരിശുദ്ധാത്മാവോടും ഒന്നായിട്ടുള്ളവൻ. പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും പോലെ തുല്യനായ ദൈവം. അവിടുന്ന് ദൈവം തന്നെയാണ്. അതുകൊണ്ട് അവിടുന്ന് മാത്രമാണ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവം. അതിനാൽ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായിരുന്നാലും ഏത് കുലത്തിൽപ്പെട്ടവരായിരുന്നാലും എല്ലാവർക്കും ഒരു ദൈവമേ ഉള്ളൂ. യേശുക്രിസ്തുവാണ് ദൈവമെന്ന് വിശുദ്ധ ബൈബിളും സഭയുടെ പാരമ്പര്യ പഠനങ്ങളും ആവർത്തിച്ച് പറയുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന ഒരു തീരുമാനം, ഒരു കൺക്ലൂഷൻ ഇതാണ്: യേശുക്രിസ്തു എല്ലാവരുടെയും രക്ഷകനാണ്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 389 ഖണ്ഡികയിൽ സ്പഷ്ടമായിട്ട് പറയുകയാണ്, യേശുക്രിസ്തു സർവ്വമനുഷ്യരുടെയും രക്ഷകനാണ്. എല്ലാവർക്കും രക്ഷ ആവശ്യമാണ്. യേശുക്രിസ്തുവിലൂടെ എല്ലാവർക്കും രക്ഷ നൽകപ്പെടുന്നു. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 389 ഖണ്ഡികയിലാണ് ഇത് പറയുന്നത്. സർവ്വമനുഷ്യരുടെയും രക്ഷകൻ യേശുവാണ്. എല്ലാ മനുഷ്യർക്കും രക്ഷ ആവശ്യമുണ്ട്. യേശുക്രിസ്തുവിലൂടെ എല്ലാ മനുഷ്യർക്കും രക്ഷ നൽകപ്പെടുന്നു. രണ്ടാം വത്തിക്കാൻ സുവനകദോസ് 2635 മെത്രാന്മാർ ഒന്നടങ്കം ഒപ്പുവെച്ച രണ്ടാം വത്തിക്കാൻ സുവനകദോസിൻ്റെ 16 രേഖകളിൽ ഒന്നിൻ്റെ പേരാണ് നോസ്തെ എയ്ത്തത്തെ. മറ്റ് മതങ്ങളോടുള്ള, അക്രൈസ്തവ മതങ്ങളോടുള്ള തിരുസഭയുടെ നിലപാട്. ആ രേഖയുടെ 2ാമത്തെ ഖണ്ഡികയിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്:
മറ്റ് മതങ്ങളിൽ കാണുന്ന സത്യവും വിശുദ്ധവുമായ ഒന്നും കത്തോലിക്ക സഭ തിരസ്കരിക്കുന്നില്ല. കാരണം സർവ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന ആ നിത്യസത്യത്തിൻ്റെ രശ്മി അവയിൽ പ്രതിബിംബിക്കുന്നുണ്ട്. സഭയാകട്ടെ ഇടവിടാതെ വഴിയും സത്യവും ജീവനുമായ മിശിഹായി പ്രഘോഷിക്കാൻ അവൾ കടപ്പെട്ടിരിക്കുന്നു. ഇവിടെ തിരുസഭ വിശാല മനസ്സോടെ സംസാരിക്കുകയാണ്. ഇതര മതങ്ങളിൽ, വേൾഡ് റിലീജിയൻസ് എന്ന് പറയുന്ന ലോകമതങ്ങളിൽ സത്യവും നന്മയുമായിട്ടുള്ളവയെല്ലാം തിരുസഭ ആദരിക്കുന്നു. പക്ഷെ അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം ക്രിസ്തുവാകുന്ന പ്രകാശത്തിൽ നിന്നാണ് അവയെല്ലാം പ്രകാശം സ്വീകരിച്ചിരിക്കുന്നത്. അവയിലെല്ലാം വെളിപ്പെട്ടിരിക്കുന്ന നന്മയുടെ ഉറവിടം ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തു തന്നെയാണ്. അതിനാൽ മറ്റ് മതങ്ങളാണെങ്കിലും ആ മതങ്ങളിൽ വെളിപ്പെട്ടിരിക്കുന്ന നന്മയും സത്യവും യേശുക്രിസ്തുവിൽ നിന്നാണ് വരുന്നതെന്നാണ് ഈ ഡോക്യുമെൻ്റ് പ്രത്യേകമായിട്ട് ഉദ്ഘോഷിക്കുന്നത്. അത് എങ്ങനെയാണ് മനസ്സിലാകുന്നത്? നമുക്ക് തൊട്ടടുത്ത വാക്യത്തിൽ പറയുകയാണ്, സഭയാകട്ടെ ഇടവിടാതെ യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നു. വഴിയും സത്യവും ജീവനുമായ യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ അവൾ കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മറ്റെല്ലാ മതങ്ങളോടും വളരെ ആദരവും സ്നേഹവും നമ്മൾ കാണിക്കുന്നതോടൊപ്പം മറ്റെല്ലാ മതങ്ങളിലും നന്മയും സത്യവും നമ്മൾ സ്വീകരിക്കുന്നതോടൊപ്പം യേശുക്രിസ്തുവാണ് എല്ലാറ്റിൻ്റെയും മേൽ അധികാരമുള്ളവനെന്നും അവനാണ് സർവ്വത്തിൻ്റെയും അധിപനായ ദൈവമെന്നും സത്യത്തിൽ ഒരു കുറവും വരുത്താതെ നാം പ്രഘോഷിക്കണം എന്നാണ് സഭ ഈ പ്രബോധന രേഖയിലും ആവർത്തിച്ച് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തുവിലെ നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് വളരെ വ്യക്തത വേണം. യേശുക്രിസ്തു ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ. യേശുക്രിസ്തു ഞാൻ വിശ്വസിക്കുന്നുവെന്ന് വിശ്വാസ പ്രമാണം ഏറ്റേറ്റ് പറയുമ്പോൾ യേശുക്രിസ്തു ആരാണെന്നാണ് വിശ്വസിക്കേണ്ടത്? യേശുക്രിസ്തു ദൈവമാണെന്ന് തന്നെ വിശ്വസിക്കണം. പിതാവായ ദൈവത്തിന് തുല്യനായ ദൈവമാണെന്ന് തന്നെ വിശ്വസിക്കണം. പിതാവായ ദൈവത്തിന് അർഹമായ എല്ലാ മഹത്വവും സ്തുതിയും ആരാധനയും പുകഴ്ചയ്ക്ക് യേശുക്രിസ്തു അർഹനാണെന്ന് വിശ്വസിക്കണം. അങ്ങനെയുള്ള വിശ്വാസം ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ അടിസ്ഥാന വ്യവസ്ഥ തന്നെയാണ്. അങ്ങനെ യേശു ദൈവമാണെന്ന് വിശ്വസിക്കുമ്പോൾ അതിൻ്റെ ഫലം എന്താണ്? എല്ലാവരോടും ജാതി മത ഭേദമന്യേ എല്ലാവരോടും ഈ സത്യം പ്രഘോഷിക്കാനും നമ്മൾ സന്നദ്ധരാകും. യേശു ദൈവമാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ ഒരു എളുപ്പ വഴി യേശുവിൻ്റെ മുൻ അസ്തിത്വത്തെപ്പറ്റി ഉള്ള അറിവ് നേടുക എന്നതാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ കന്യക മറിയത്തിൽ നിന്ന് മനുഷ്യനായി അവതരിച്ച യേശുവിൻ്റെ മുൻ അസ്തിത്വം എന്തായിരുന്നു? അവിടുന്ന് മനുഷ്യ അവതാരം എടുക്കുന്നതിന് മുമ്പ് ആരായിരുന്നു? അവിടുന്ന് പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാം ആളായിരുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിലെ രണ്ടാമത്തെ ആളെന്ന നിലയ്ക്ക് അവിടുത്തെ വ്യക്തിത്വം ദൈവീക വ്യക്തിത്വമാണ്. അവിടുന്ന് കാലത്തികവയിൽ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനായി തീർന്നതാണ്. അപ്പോൾ അവിടുന്ന് യഥാർത്ഥത്തിൽ ദൈവമാണ്. പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും സത്തയിൽ ഒന്നായ ദൈവം തന്നെ. മനുഷ്യരക്ഷയെ പ്രതി അവിടുന്ന് മനുഷ്യ അവതാരം ചെയ്ത് മനുഷ്യനായി എന്നുള്ളത് സത്യമാണ്. അവിടുന്ന് യഥാർത്ഥ മനുഷ്യനായി തീർന്നു എന്നുള്ള സത്യമാണ്. യഥാർത്ഥ മനുഷ്യനായിട്ട് അവിടുന്ന് ജീവിച്ചു എന്നുള്ളതും യഥാർത്ഥ മനുഷ്യനെ അവിടുന്ന് മരിച്ചു എന്നുള്ളത് സത്യമാണ്. എന്നാൽ അവിടുത്തെ എല്ലാ പ്രവൃത്തികളും അവിടുന്ന് ദൈവം എന്ന നിലയിലാണ് ചെയ്തിരിക്കുന്നത്. യേശുവിൻ്റെ ദൈവത്വത്തെ സംബന്ധിച്ച് എഫേസൂസ് 6:9 പഠിപ്പിച്ചത് ഇങ്ങനെയാണ്: യുക്തിസഹമായ ആത്മാവിനാൽ സജീവമാക്കപ്പെട്ട ശരീരത്തെ തൻ്റെ വ്യക്തിത്വത്തിൽ തന്നോട് തന്നെ സംയോജിപ്പിച്ചുകൊണ്ട് വചനം മനുഷ്യനായി. ക്രിസ്തുവിൻ്റെ മനുഷ്യപ്രകൃതിക്ക് ദൈവപുത്രൻ്റെ ദൈവിക വ്യക്തിത്വമല്ലാതെ മറ്റ് കർത്താവ് ഇല്ല. ദൈവപുത്രൻ ഗർഭസ്ഥനായ ക്ഷണത്തിൽ സ്വീകരിച്ച് സ്വന്തമാക്കിയതാണ് അവിടുത്തെ മനുഷ്യപ്രകൃതി. ചുരുക്കത്തിൽ യേശുവിൻ്റെ ദൈവത്വത്തെ പറ്റിയുള്ള സഭയുടെ പ്രബോധനം എങ്ങനെയാണ്? യേശുവിൻ്റെ വ്യക്തിത്വം ദൈവിക വ്യക്തിത്വമാണ്. തൻ്റെ ദൈവിക വ്യക്തിത്വത്തിൻ്റെ ഐക്യത്തിൽ യേശുക്രിസ്തു സത്യദൈവവും സത്യ മനുഷ്യനുമാണ്. സ്വന്തം
ദൈവപ്രകൃതിക്ക് ഭംഗം വരാതെയാണ് അവിടുന്ന് മനുഷ്യ പ്രകൃതി ആദാനം ചെയ്തത്. അതുപോലെ തന്നെ കാൽസിഡോൺ സൂനകദോസ് അതേപ്പറ്റി ഇപ്രകാരം വളരെ കൂടുതൽ വ്യക്തതയോടെ പഠിപ്പിക്കുന്നുണ്ട്. സൂനകദോസ് പറയുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തുവിൽ ഒരേ ഒരു ഉപസ്ഥിതി വ്യക്തി മാത്രമേയുള്ളൂ. അത് ത്രിത്വത്തിൽ ഒരുവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. അതിനാൽ അവിടുത്തെ മനുഷ്യപ്രകൃതിയിലുള്ളതെല്ലാം അതിൻ്റെ ശരിയായ കർത്താവായ അവിടുത്തെ ദൈവിക വ്യക്തിയിലാണ് ആരോപിക്കേണ്ടത്. അവിടുത്തെ അത്ഭുതങ്ങൾ മാത്രമല്ല, അവിടുത്തെ പീഡാനുഭവവും മരണം പോലും ദൈവിക വ്യക്തിയുടെ പ്രവൃത്തികളാണ്. ശരീരത്തിൽ ക്രൂശിക്കപ്പെട്ട നമ്മുടെ കർത്താവായ യേശുക്രിസ്തു യഥാർത്ഥ ദൈവവും മഹത്വത്തിൻ്റെ കർത്താവും പരിശുദ്ധ ത്രിത്വത്തിൽ ഒരുവനുമാണ്. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങേ തിരിച്ചറിഞ്ഞ അപ്പസ്തോലനെ പത്രോസിനോട് അങ്ങ് പറഞ്ഞു, നീ ഭാഗ്യവാൻ, എന്തെന്നാൽ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്ക് ഈ രഹസ്യം വെളിപ്പെടുത്തുന്നത്. കർത്താവെ, അങ്ങയെപ്പറ്റിയുള്ള വെളിപ്പെടുത്തപ്പെട്ട സത്യമാണ്, അങ്ങ് സത്യദൈവമാണെന്നുള്ള രഹസ്യം അത് വിശ്വസിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഈ സത്യം മറ്റുള്ളവരോട് ഭയമില്ലാതെ ഏറ്റുപറയുവാനും പ്രഘോഷിക്കുവാനും ഞങ്ങളെ ശക്തരാക്കുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.